5 വർഷത്തെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 474%. അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ല സ്റ്റോക്സ് എവിടെ കിട്ടും? ക്വാണ്ടിൻ്റെ ഹോൾഡിങ്സ് നോക്കിയാൽ കിട്ടും. എന്ന് വേണമെങ്കിൽ നമുക്ക് പേടിക്കല്ലോ, അവരെന്തായാലും ഇത്ര റിട്ടേൺ കൊടുക്കുന്നു. ബെഞ്ച് മാർക്ക് മൈനസ് പോയ വർഷം പോലും അവർ 10% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഒരു മ്യൂച്വൽ ഫണ്ട് ഞങ്ങൾ 40% CAGR കൊടുത്തു എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാതിരിക്കും. അത് തെറ്റാണെങ്കിൽ അവർ ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അവർ ശരിക്കും കൊടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് CAGR 40% വരെ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ മെത്തേഡ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പാസീവായിട്ട് 40% റിട്ടേൺ അവരുപയോഗിക്കുന്ന അതേ മെത്തേഡ് വെച്ച് നമുക്കും വേണമെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുകയോ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയോ ചെയ്യുകയോ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് ഈ 40% ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ട്? ഇതിലെ മറ്റ് ഫണ്ടുകൾ ഏതൊക്കെയാണ്? ഇവരുപയോഗിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. എന്ത് തോന്നുന്നു? പാസീവായിട്ട് 40% കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്? പാസീവായിട്ട് 40% കൊടുക്കുന്ന മ്യൂച്വൽ ഫണ്ട് വളരെ റെയറായിട്ട് തോന്നുന്നു. പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ആസ് യൂഷ്വൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്ര റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്ത് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, അവർ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണോ ടൈം ഇൻവെസ്റ്റിംഗ് ആണോ, എന്താണ് അവരുടെ മെത്തേഡ് എന്ന് അറിയാതെ ചെയ്യുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല. സോ അതറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തോന്നും. അത് ഏത് ഫണ്ടാണെന്ന് ആദ്യമായിട്ട് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാം. ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 41% CAGR 5 വർഷമായിട്ട് കൊടുക്കുന്നത്. ഇത് തന്നെ ഇവരുടെ തന്നെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് എടുത്താലും 31% CAGR കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VLRT പ്രിൻസിപ്പിളാണ് അവർ യൂസ് ചെയ്യുന്നത്. വാല്യൂ, ലിക്വിഡിറ്റി, റിസ്ക് ആൻഡ് ടൈം. ഇങ്ങനെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വാണ്ടിൻ്റെ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്വാണ്ട് ആക്റ്റീവ് ഫണ്ടാണെങ്കിൽ അവർ 5 വർഷത്തെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 474%. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് 169%. ബെഞ്ച് മാർക്ക് കൊടുക്കുന്ന സമയത്താണ് ആക്റ്റീവ് ഫണ്ട് 474. അവരുടെ ടാക്സ് പ്ലാൻ ഫണ്ട്, എല്ലാവരുടെയും ടാക്സ് പ്ലാൻ ഫണ്ടിൻ്റെ റിട്ടേൺ നമുക്കറിയാം വളരെ കുറവായിരിക്കും. എന്നാൽ ക്വാണ്ടിൻ്റെ ടാക്സ് പ്ലാൻ ഫണ്ട് 558% 5 കൊല്ലം കൊണ്ട് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് മാർക്ക് ഫണ്ട് 307%. അതായത് CAGR കുറിച്ചല്ല ഞാൻ പറയുന്നത്, ടോട്ടൽ റിട്ടേണിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് റിട്ടേൺ അവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു? ആരാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്? എന്ത് പ്രിൻസിപ്പിളാണ്? നമ്മൾ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും ആ മെത്തേഡ് നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റുമോ, നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ സ്വിംഗ് ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നത് 2 ട്രേഡിംഗ് മെത്തേഡല്ലേ. ഒന്ന് വാല്യൂ ഇൻവെസ്റ്റിങ്ങും മറ്റേത് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് എന്നാണ് നമുക്ക് പൊതുവേ പറയാം. ഈ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന അത് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഗ്രഹാമിൻ്റെ ബുക്കിൽ പറയുന്ന പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ വാരൻ ബഫറ്റിൻ്റെ പ്രിൻസിപ്പിൾ, ഇതൊക്കെയാണ് എല്ലാവരും വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്ക് നല്ല ഫണ്ടമെൻ്റലുള്ളൊരു സ്റ്റോക്ക് വാല്യൂ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് മികച്ച പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെങ്കിൽ മാക്സിമം കാലത്തേക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുക. അത് ഗ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഗ്രോത്തും എടുക്കുക. എന്നാൽ മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന VLRT പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് പല പ്രിൻസിപ്പിളാണ്. ഒരു സ്റ്റോക്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അത് വാല്യൂ ബേസ്ഡ് ആകാം, ടൈം ബേസ്ഡ് ആകാം, റിസ്ക് ബേസ്ഡ് ആകാം, ലിക്വിഡിറ്റി ബേസ്ഡ് ആകാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വാണ്ടിൻ്റെ ഹോൾഡിങ്സിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ITC എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോയി. പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇതൊരു വലിയ കാര്യമായിട്ടൊന്നും പോവില്ല, ഒരിക്കലും മുകളിലോട്ട് പോവില്ല എന്ന് പറയുന്നൊരു സ്റ്റോക്കായിരുന്നു. ഈ സമയത്ത് നിങ്ങൾ ക്വാണ്ടിൻ്റെ ഹോൾഡിങ്സിൽ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ITC അവരുടെ ഹോൾഡിങ്സിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു? നമ്മളാരും കാണാതെ കിടക്കുന്ന സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ കയ്യിൽ മാത്രം എങ്ങനെയാണ് ITC ഭയങ്കരമായിട്ട് പോയി. അതുപോലെ തന്നെ റിലയൻസ്, കറണ്ട് സിറ്റുവേഷനിൽ റിലയൻസും നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് ക്വാണ്ടിൻ്റെ എല്ലാ ഹോൾഡിങ്സിലും റിലയൻസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 10% ഹോൾഡിംഗ് റിലയൻസ് ആണ്. ഹെൽത്ത് കെയർ സെക്ടർ കറൻ്റ്ലി ഞാൻ നോക്കുമ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ അവർ ഭയങ്കരമായിട്ട് ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ FMCG സെക്ടറിൽ ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. PSU സെക്ടറിൽ അവർ ഹോൾഡിങ്സ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഏത് സെക്ടറാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്
കോൺസ് ഓരോ മാസവും ചെയ്യുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ക്വാണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് നോക്കി നമുക്ക് സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് ഏതാണെന്നും സെക്ടർ അറിയാമെങ്കിൽ അതിലുള്ള മേജർ സ്റ്റോക്കുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷെ ഇത് ഇവരെല്ലാവർക്കും ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സസ്റ്റൈനബിലിറ്റി എങ്ങനെയായിരിക്കും? നമ്മുടെ ഇവിടെ മാത്രമുള്ള പ്രിൻസിപ്പിൾ അല്ല. കോൺ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. ഞാൻ പറയുന്നത് ഒരു VLRT എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജിം സൈമൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ആധുനിക കാലഘട്ടത്തിൻ്റെ ട്രേഡർ എന്നൊക്കെ പറയുന്ന, ഇപ്പോൾ വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് നമ്മൾ വാരൻ ബഫറ്റിൻ്റെ പേര് പറയുമ്പോൾ ഈ പറയുന്ന VLRT അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിന് നമ്മൾ പറയുന്ന പേര് ഏറ്റവും ബെസ്റ്റ് ട്രേഡറായിട്ടുള്ള ജിം സൈമണാണ്. അദ്ദേഹം ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആക്ച്വലി VLRT. അദ്ദേഹം പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്ന ഹെഡ്ജ് ഫണ്ട് പല വർഷങ്ങളിലും 100% മുകളിൽ ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പക്ഷെ അവിടെയുള്ള പ്രോബ്ലം എന്താണെന്നറിയോ? ഇവർക്കിടെ സ്കെയിലബിലിറ്റി ഭയങ്കര കുറവാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ വെറും 5 വർഷമായിട്ടുള്ളൂ. ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ട് വളരെ കുറവാണ്. വളരെ കുറച്ച് ഫണ്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ICICI നോക്കുമ്പോഴോ HDFC നോക്കുമ്പോഴോ നിപ്പോൺ നോക്കുമ്പോഴോ SBI നോക്കുമ്പോഴോ ഒക്കെയുള്ള ആ ഫണ്ട് ഹൗസിൻ്റെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ ചെറിയ എമൗണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഇവരുടെ ഫണ്ട് ഹൗസ് വലുതാവുകയും ഈ മെത്തേഡിൽ ഇവർക്ക് കൂടുതൽ ഫണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലോങ് ടൈം പീരീഡിൽ ഈ പറയുന്ന VLRT പ്രിൻസിപ്പിൾസ് ഇന്ത്യയിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലത്തിലോ 15 കൊല്ലത്തിൻ്റെ ലോങ് ടൈം പീരീഡ് നോക്കുമ്പോൾ പല വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന വ്യക്തികൾക്കും VLRT പ്രിൻസിപ്പിൾസ് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു 5 ഇയേഴ്സിൽ നല്ല രീതിയിൽ VLRT പ്രിൻസിപ്പിൾ പോസിറ്റീവായിട്ട് മാർക്കറ്റ് ബുള്ളിഷായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷാണ്. അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മാനേജ് ചെയ്യുന്നത് കുറച്ച് ഫണ്ടല്ലേ. അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർക്ക് എടുക്കാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10,000 കോടി രൂപയാണെങ്കിൽ അത് ചിലപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും ഇടാൻ പറ്റില്ല. പക്ഷേ അതൊരു 10 കോടി രൂപയാണെങ്കിൽ എല്ലാ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റുമ്പോൾ വലിയ ഗ്രോത്ത് കിട്ടുകയും ചില ഓപ്പർച്യൂണിറ്റീസിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അവർക്കുടെ ഗ്രോത്തിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡിറ്റി കുറഞ്ഞ ഒരു സ്റ്റോക്കിൽ ആണ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് 1000 കോടി ഇടാൻ പറ്റുമോ? ഇല്ല. അവിടെ ചിലപ്പോൾ ഒരു 1.5 കോടിയോ 2 കോടിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ, ഈ പറയുന്ന ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ ഈ VLRT പ്രിൻസിപ്പിളിൽ വരും. അതുപോലെ തന്നെ ക്വാണ്ടിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അവർ റെഗുലറായിട്ട് സ്റ്റോക്കുകൾ സൈക്ലിക്കായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അവരുടെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തിൻ്റെ പീരീഡ് എടുത്ത് നോക്കുമ്പോൾ ഹോൾഡിങ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിരിക്കുന്നത് 4 ടൈമൊക്കെയാണ്. അതായത് 4 പ്രാവശ്യമൊക്കെ ഫുൾ സ്റ്റോക്കുകൾ മാറി പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് 4 ടൈമൊക്കെ. നമ്മൾ സാധാരണ ഒരു സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു 50 വളരെ കുറച്ച് സ്റ്റോക്കുകളാണ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. നമ്മൾ ബ്ലൂ ചിപ്പിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ക്വാണ്ടിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്. ഇവരുടെ സൈക്ലിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ പോലും കഴിഞ്ഞ 5 വർഷത്തിൽ 2 ടൈമൊക്കെ കംപ്ലീറ്റ് സ്റ്റോക്കുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളൊരു ബ്ലൂ ചിപ്പ് ഫണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എത്ര ശതമാനം സ്റ്റോക്ക് മാറ്റും? ഒരു HDFC റിലയൻസും ഏഷ്യൻ പെയിൻറ്റ്സും ഒക്കെ ഹോൾഡ് ചെയ്യും എന്നല്ലാതെ ഒരു 10-20% സ്റ്റോക്കുകളായിരിക്കും സൈക്ലിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കംപ്ലീറ്റ് മിഡ് ക്യാപ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ കാണിക്കുന്നത്? ഇവരെവിടെയാണോ ഓപ്പർച്യൂണിറ്റി വരുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ഇത് മാനുവൽ ഡിസിഷൻസ് ഒന്നുമല്ല, സർട്ടൺ കണ്ടീഷൻസ് വെച്ചിട്ട് സിസ്റ്റമാറ്റിക്കലി അവർ ചെയ്യാണ്. ഇതാണ് അവരുടെ ഓരോ എൻട്രിയുടെ. നമ്മൾ എങ്ങനെയാണോ സിങ്ക് ട്രേഡ് ചെയ്യുന്നത്, നമ്മുടെ സിങ്ക് ട്രേഡിംഗ് പ്രിൻസിപ്പിൾ എന്താണ് നമുക്കറിയാം. നമുക്ക് ഒരു 10% സ്റ്റോപ്പ് ലോസ്, ഒരു മാക്സിമം ടാർഗറ്റ് പിടിക്കുക. ഇത് ഈ ഒരു പ്രിൻസിപ്പിളല്ലേ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതേ പ്രിൻസിപ്പിളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഓരോ ഫണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമുക്ക് നല്ല സ്റ്റോക്കുകളൊക്കെ വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഓരോ ഫണ്ട് എടുത്തിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ക്വാൻ സ്മോൾ ക്യാപ് ഫണ്ട് 2021 88% അവർ റിട്ടേൺ തന്നിട്ടുണ്ട്. 2022 ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് -1.5, അതായത് പുറകോട്ട് ഡിക്രീസ് ആയപ്പോൾ ഇവർ 10% റിട്ടേൺ ഇവർക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ വളരെ അത്ഭുതമായിട്ടുള്ള 10% ഇവർ റിട്ടേൺ കൊടുത്തു 2023. പക്ഷേ എന്ത് പറ്റി? ഇവിടെ ഫണ്ട് കൂടുകയും ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 50% റിട്ടേൺ കൊടുത്തപ്പോൾ ക്വാൻ സ്മോൾ ക്യാപ്പ് 47% റിട്ടേണേ കൊടുത്തിട്ടുള്ളൂ. അതായത് ബെഞ്ച് മാർക്കിനേക്കാൾ കുറവ് റിട്ടേണാണ് ഇവർക്ക് കൊടുക്കാനായിട്ട്
പറ്റിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഫണ്ട് കൂടിയപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല ആയിരിക്കാം, അതായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇവർക്കിടെ ലാർജ് ക്യാപ് ഫണ്ട് നോക്കുകയാണെന്ന് വിചാരിക്കും. ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഇപ്പോൾ 2023 32% റിട്ടേണാണ് കൊടുത്തിരിക്കുന്നത്. ബെഞ്ച് മാർക്ക് 32% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2022 ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്ക് 5% റിട്ടേൺ കൊടുത്തപ്പോൾ ഇവർ 14% റിട്ടേൺ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. 2021 എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം ബെഞ്ച് മാർക്ക് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റ് ഭയങ്കര അടിപൊളിയാണ്. എല്ലാ വർഷവും കൺസിസ്റ്റൻ്റായിട്ട് ബെഞ്ച് മാർക്കിൻ്റെ അടുത്ത് തന്നെ റിട്ടേൺ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ കൊടുത്ത ഇയേഴ്സും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ ഇവരുടെ ഓരോ ഫണ്ട് എടുത്ത് നോക്കുമ്പോൾ പുതിയ ഫണ്ടുകൾ, തുടങ്ങുന്ന പുതിയ ഫണ്ട്, അതായത് വലിയ ക്യാപിറ്റൽ മാനേജ് ചെയ്യാത്ത ഫണ്ടുകൾ ബെഞ്ച് മാർക്കിനേക്കാൾ വളരെ വലിയ റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ട് വാല്യൂ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് അവർ ഈ പറയുന്ന 2022 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2022 ഇവർ കൊടുത്തിരിക്കുന്ന ബെഞ്ച് മാർക്ക് 5% ആണെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന റിട്ടേൺ 16%. ബെഞ്ച് മാർക്കിൻ്റെ 3 ഇരട്ടി റിട്ടേൺ. ഈ പറയുന്ന 2023 വന്നു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് 26% റിട്ടേൺ ആണ്. പക്ഷേ വാല്യൂ ഫണ്ടിന് ഏകദേശം 37% റിട്ടേൺ കൊടുക്കാനായിട്ട് നമുക്ക് എന്തായാലും ഈ ചാർട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ക്വാണ്ടിൻ്റെ പ്രസൻറ്റേഷൻ്റെ ഒരു PDF തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാരണം അവർക്കിത് ചെക്ക് ചെയ്യാൻ ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ ഓരോ ഫണ്ടുകളും ഓരോ സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി അതനുസരിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ടൈമിൽ ക്വാണ്ട് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്, ഈ ഒരു ഫണ്ട് ഹൗസ് ഇത്ര റിട്ടേൺ കൊടുത്തത് കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 24 മോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരാനുള്ള ചാൻസസ് വെരി ഹൈ. ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ആ ഒരു റിട്ടേൺ മേ ബി കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറഞ്ഞതെല്ലാം പാസ്റ്റ് പെർഫോമൻസ് ആണ്. അതെ അതെ, വരാൻ പോകുന്ന പെർഫോമൻസിനെ കുറിച്ച് നമുക്കും അറിയത്തില്ല. ഇതൊരു സജഷനും അല്ല. നമ്മൾ പറയുന്നത് ക്വാണ്ടിൻ്റെ റിസ്ക് ഇത്രയുണ്ട്, ഇത്ര റിവാർഡ് കൊടുത്തിട്ടുണ്ട്, ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാസീവാണ്, ആക്റ്റീവും അല്ല. സാധാ മ്യൂച്വൽ ഫണ്ടുകൾ 15%, 13% കൊടുക്കുമ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് 30 കൊടുക്കുന്നുണ്ടെങ്കിൽ there is a risk. ഉറപ്പായിട്ടും അവിടെ റിസ്ക്. പിന്നെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആളുകൾ അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലാണ് അവർക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാനും. അല്ല, ഇവരുടെ ഫണ്ട് മാനേജേഴ്സിനെ നോക്കുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആരെയും നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ സന്ദീപ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇടാം, ഓരോ ഫണ്ടിൻ്റെ മാനേജർ ആരാന്നുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ പ്രസൻറ്റേഷനിലുണ്ട്. സഞ്ജീവ് ശർമ്മയാണെങ്കിലും അങ്കിത് ആണെങ്കിലും ഇവരൊക്കെ പലരും പുതിയ ആളുകളാണ്. ഈ ഫണ്ട് ഹൗസിൻ്റെ ഈ ഫണ്ട്സ് മാനേജ് ചെയ്തിട്ടായിരിക്കും അവർ അവരുടെ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതായത് ഒരാളിരുന്ന് അനാലിസിസ് ചെയ്തിട്ടൊരു സ്റ്റോക്ക് എടുക്കുകയല്ല. ഒരു സ്റ്റോക്ക് ഇന്ന കണ്ടീഷനിൽ വരുന്ന സ്റ്റോക്കിനെ ഫിൽട്ടർ ചെയ്യുന്നു. അതിൻ്റെ ഇത്ര റിസ്ക് ആണെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കലി എൻട്രി ചെയ്യുന്നു. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്രയാണ്, ഇത്രയും പോയി കഴിഞ്ഞാൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് ട്രെയിൽ. ഈ ഒരു മെത്തേഡായിരിക്കും ഒരു ഫോളോ ചെയ്യുന്നത്. ഇതൊരു പെർഫെക്റ്റ്ലി ജിം സൈമൺ അത് തന്നെയാണ്, ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫണ്ട് മാനേജറൊക്കെ കൂടുതൽ അവരുപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സോഫ്റ്റ്വെയർസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും കൂടി ഭാവിയിൽ ഈ ഒരു VLRT മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫണ്ട് കൈകാര്യം ചെയ്യാനുള്ള ചാൻസ് കഴിയാണോ, അതോ ഇവർ തിരിച്ചു പോകാനാണോ ചാൻസ്? അവരുടെ പേരിനെ തന്നെ അതന്നെ സൂചിപ്പിക്കുന്നത്. അതൊരു ട്രേഡിംഗ് മെത്തേഡാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പരിക് പരാഗ് ഇതിൻ്റെ ഒരു ഹാഫ് വേർഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോൾ കാരണം ക്വാണ്ടിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോഴും പരിക് പരാഗിൻ്റെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോഴും പല സ്റ്റോക്കുകൾ ഇങ്ങനെ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ടാൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് സെയിം ആണ്. അപ്പോൾ ക്വാണ്ടും പരിക് പരാഗും കൂടി ഒന്നിച്ച് ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ സ്റ്റോക്ക് തകർത്ത് വാരി പോകാറുണ്ട്. 100%, 150% മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈ ക്വാണ്ട് ഇത്ര റിസ്ക് കൊടുത്ത് ഇത്ര റിട്ടേൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മോർ ആളുകളിൽ ഇവരിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ഇവരുടെ ഫണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വെരി ഹൈ. എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു എയിം അത് തന്നെയാണ്, അവരിലേക്ക് ഫണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ക്വാണ്ട് വലിയ ഹ്യൂജ് റിസ്ക് എടുത്ത് അത് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് എത്രമാത്രം സേഫ് ആണെന്നുള്ളത് റിസ്ക് അവിടെ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം അത് നമ്മളതിനെ കാണേണ്ടതെന്നറിയാം. നമ്മൾ മറ്റ് സ്മോൾ ക്യാപ്പിലോട്ട് നോക്കുമ്പോൾ പല സ്മോൾ ക്യാപ്പ് 25% CAGR കൊടുത്തിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് കൊടുത്താണ് കേട്ടോ, ലാർജ് ക്യാപ്പ് അല്ല, സ്മോൾ ക്യാപ്പ്. അപ്പോൾ നമ്മൾ അപ്പോൾ പറയുന്നത് ഹൈ റിട്ടേൺ ഹൈ റിട്ടേൺ ഹൈ റിസ്ക്. അപ്പോൾ 40% നമ്മൾ എന്ത് പറയണം? ഹൈ റിട്ടേൺ ഹൈ റിസ്ക് നമ്മൾ ഉറപ്പാണ്. അതവിടെ അങ്ങനെയാണ്.
പക്ഷേ എനിക്ക് ഇവരുടെ മ്യൂച്വൽ ഫണ്ടുകൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത്, ഇപ്പോൾ നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഒരു ഫണ്ട് പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ 1.5 കൊല്ലത്തേക്ക് ഒരു ഫണ്ട് പാർക്ക് ചെയ്യണം, എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ട് എങ്കിൽ നമ്മൾ സാധാരണ ഇത് മ്യൂച്വൽ ഫണ്ടിലിടാൻ സജസ്റ്റ് ചെയ്യാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, നിങ്ങൾക്കൊരു ലോങ് ടൈം ഒരു 5 കൊല്ലത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ ഇന്ന മ്യൂച്വൽ ഫണ്ട് എടുക്കൂ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 30% 40% CAGR കിട്ടുകയും എല്ലാ വർഷത്തെയും ഡാറ്റ എടുക്കുമ്പോൾ, അല്ല എവറി മന്ത് ഡാറ്റ എടുക്കുമ്പോൾ പോലും, ഇപ്പോൾ ക്വാണ്ട് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഇത് 1 മന്ത് റിട്ടേൺ നോക്കുമ്പോൾ 1.3% ആണ്, 2 മന്ത് റിട്ടേൺ 1.5% ആണ്, 3 മന്ത് റിട്ടേൺ 4% ആണ്, 4 മന്ത് റിട്ടേൺ 6% ആണ്. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഡ്രോ ഡൗൺ ഇല്ലാതെ ഇവർക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഇങ്ങനെ ഇവരുടെ, ഇപ്പോൾ ക്വാണ്ടിൻ്റെ ബിസിനസ് സൈക്കിൾ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഇതും ഇങ്ങനെ തന്നെയാണ്. എവറി മന്ത് ഇവർക്ക് കൃത്യമായിട്ട് ഇതൊക്കെ ലേറ്റസ്റ്റ് തുടങ്ങിയ ഫണ്ടുകളാണ്. ഇവർ അനധികൃതമായിട്ട് എന്തെങ്കിലും ഡാറ്റ ചോർത്തുന്നുണ്ടോ? അതൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ അനാലിസിസ് ടൂളുകൾ ഭയങ്കര ശക്തമായിട്ട് ഉണ്ടാകണം, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ കൃത്യമായിട്ട് റിട്ടേൺ കൊടുത്ത് റിസ്ക് എടുത്ത് ഇവരുടെ എന്ത് രസം എന്നറിയോ? നമുക്കറിയാം, ഇപ്പം റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മൊമെൻറ്റം കാണിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസ്ഡോക്ക്, ഡിഫൻസ് സ്റ്റോക്കുകൾ, HAL, ഈ പറയുന്ന ഹെൽത്ത് കെയർ സെക്ടർ, FMCG, തൊട്ട് മുമ്പാണെങ്കിൽ റെയിൽവേ സ്റ്റോക്സ്. ഈ പറയുന്ന ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ ഹോൾഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരെല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ക്വാണ്ട് റിസൾട്ട് കിട്ടാതിരിക്കണം. സംഭവം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. VLRT എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, അപ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, VLRTയിലെ ഫസ്റ്റ് വൺ ഈസ് വാല്യൂ. കുഴപ്പമില്ലാത്ത നല്ലൊരു വാല്യുവേഷൻ ആയിരിക്കണം. ഒരു 25% പ്രയോറിറ്റി ഫോർ വാല്യുവേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ആക്ടിവിറ്റി നടക്കണം. നമ്മൾ ഈ വോളിയം ഇൻക്രീസ് ആയി വരുമ്പോഴാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയില്ലേ, ഈ ലിക്വിഡിറ്റി ഉണ്ടാക്കണം എന്നാണ്. ഇപ്പോൾ നമ്മൾ 91 അർഷദ് മേത്ത സ്കാം നോക്കുമ്പോഴും അവരെന്താ ചെയ്യുന്നത്? കൂടുതൽ ഫണ്ട് കൊണ്ടുവന്ന് അവിടെ സൈക്ലിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതേ സെറ്റപ്പ് തന്നെ ഇവിടെ. ലിക്വിഡിറ്റി ഉള്ള ആക്ടിവിറ്റി നടന്ന സ്റ്റോക്കുകളെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലാണ്, അതിന് നല്ല വാല്യുവേഷൻ ഉണ്ട് എങ്കിൽ ഇവർ കൂടി ആഡ് ചെയ്യുകയല്ലേ, പിന്നെ ആ സ്റ്റോക്കുകളുടെ അവൈലബിലിറ്റി തീർന്നില്ലേ? ഓക്കെ, പിന്നെന്താ പിന്നെ റീറ്റെയിലേഴ്സാണ്. ആക്ടിവിറ്റി അവരും കാണുമ്പോൾ അവരും എടുക്കുകയാണ്. അവർ ഓൾറെഡി ഈ പറയുന്ന VLRT സെറ്റപ്പിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ പോർഷൻ ക്വാണ്ട് എടുത്തു, ആ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങി. അതിനടുത്ത് എന്താ, ഇനി അടുത്ത നല്ല മൂവ്മെൻറ്റ് വരാണ്. ചിലപ്പോൾ അത് 50-100% ആയിരിക്കും, അത് മൊത്തം അങ്ങോട്ട് ക്യാച്ച് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്നും അറിയാതെ കുറച്ച് നല്ല സ്റ്റോക്ക് മേടിച്ചിട്ട് ആളുകൾക്ക് പോലും പോർട്ട്ഫോളിയോ കണ്ണടച്ച് മേടിച്ച ആൾക്കാരുടെ പോലും പോർട്ട്ഫോളിയോ നല്ല അടിപൊളിയാണ്. അപ്പം ഈ ഒരു 3 ഇയറിലെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് അത്രയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ. പക്ഷേ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് 19-20 റേഞ്ചിൽ പോലും അവർ ആ ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ബെഞ്ച് മാർക്ക് നെഗറ്റീവ് ആയപ്പോൾ പോലും 2022 ബെഞ്ച് മാർക്ക് മൈനസ് പോയ വർഷം പോലും അവർ 10% റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് വലിയ റിട്ടേൺ ആണ്. പിന്നെ ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇവർ തീം ബേസ്ഡ് ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ PSU ഫണ്ടാണെങ്കിലും, കൺസപ്ഷൻ ഫണ്ടാണെങ്കിലും, കമ്മോഡിറ്റി ഫണ്ട്, മൊമെൻറ്റം ഫണ്ട്, ടെക് ഫണ്ട്, മാനുഫാക്ചറിങ് ഫണ്ട്, ഹെൽത്ത് കെയർ ഫണ്ട്, BFSI ഫണ്ട്, ബിസിനസ് സൈക്കിൾ ഫണ്ട്. ഇതൊക്കെ ഇവരുടെ ലേറ്റസ്റ്റ് 2023 നവംബറിലും സെപ്റ്റംബറിലും 2024 ജാനുവരിയിലും, PSU ആണെങ്കിൽ 2024 ഫെബ്രുവരിയിലൊക്കെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ലേറ്റസ്റ്റായിട്ട് തുടങ്ങിയ കോൺസിൻ്റെ ഫണ്ടുകളിൽ തുടക്കമുള്ള 1-2 വർഷം ഫണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകാനുള്ള സാധ്യത. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? കോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആരെങ്കിലും കേരളത്തിലുണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. അവർ ചൂസ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്കറിയാലോ അവർക്കുടെ മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ബിക്കോസ് വളരെ 5 years ആയിട്ടുള്ള തുടക്കം വന്ന ഒരു ഇതാണ്. പിന്നെ മറ്റുള്ളവരാരെങ്കിലും സജസ്റ്റ് ചെയ്ത് മേ ബി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും ക്വാണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാസ്റ്റ് 5 yearsൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക. 5 years കിട്ടിയിട്ടില്ലെങ്കിലും ഒരു 22 കാരണം ഇത് ചർച്ചയിലോട്ട് വരുന്നു. ഇവരുടെ റിട്ടേൺ ചർച്ചയിലോട്ട് വരുന്നു. കഴിഞ്ഞ വർഷമാണ് എല്ലാവരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നു. അതൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. പക്ഷേ ഈ മെത്തേഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കാൻ കുറച്ച് റിസ്ക് കൂടുതലാണ്. പക്ഷേ പല ഹെഡ്ജ് ഫണ്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ലോങ് ടൈം പീരീഡിൽ ഇത് സക്സസ് അല്ല എന്നൊക്കെയാണ് പൊതുവെ കണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല.
പക്ഷേ ചെറിയൊരു റിസ്ക് നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ ഒരു 10% ഒരു 20% വരെ ഇത്രയും വാല്യൂ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ലത് ഞാൻ പറയുന്നത് നിങ്ങൾ ക്വാണ്ടിനെ നോക്കി കഴിഞ്ഞിട്ട് നല്ല സ്റ്റോക്സ് എടുക്കുക, നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് പേടിക്കല്ലോ, അവരെന്തായാലും ഇത്ര റിട്ടേൺ കൊടുക്കുന്നു. പക്ഷെ അത് അത്യാവശ്യം നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ കാരണം അവരെല്ലാം ചേഞ്ച് ചെയ്യുന്ന കൊടുക്കുന്ന റിപ്പോർട്ട്സ് കൃത്യമായിട്ടുള്ള ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഞങ്ങൾ ഇത്ര റിട്ടേൺ കൊടുത്തു ആർക്കും പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ സെബി ഒന്നും വെറുതെ ഇരിക്കില്ലല്ലോ. ഒരു മ്യൂച്വൽ ഫണ്ട് ഞങ്ങൾ 40% CAGR കൊടുത്തു എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാതിരിക്കും. അത് തെറ്റാണെങ്കിൽ അവർ ചോദ്യം ചെയ്യില്ലേ. അപ്പോൾ അവർ ശരിക്കും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വേറെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ കൂടെ ക്വാണ്ടും കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഫിൽട്ടർ ആയിട്ടേ. അതായത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നല്ല സ്റ്റോക്സ് എവിടെ കിട്ടും? ക്വാണ്ടിന്റെ ഹോൾഡിങ്സ് നോക്കിയാൽ കിട്ടും എന്ന് വേണമെങ്കിൽ. പിന്നെ ഇനി സ്വിംഗ് ട്രേഡിംഗ് ടെക്നോളജിയോ മെത്തേഡോ ഒന്നും പഠിക്കണ്ട. ക്വാണ്ടിന്റെ ഇതിൽ നോക്കുക, നേരെ കൊണ്ടുപോയി ചാർട്ട് ഒന്ന് നോക്കുക, റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. റിസ്ക് നോക്കാനോ നോക്കിയാൽ മനസ്സിലാവില്ല, അങ്ങനെ നോക്കിയെടുക്കാം. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് നോക്കുമ്പോൾ റിലയൻസ് ആണ് 10% അവരുടെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും കൂടുതലും റിലയൻസ് കയറ്റി വെച്ചിരിക്കുക. കഴിഞ്ഞ മാസം വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ റിലയൻസിൽ വരാൻ പോകുന്നുണ്ട്. ഹെൽത്ത് കെയർ അതേപോലെ തന്നെ PSU സ്റ്റോക്സ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അല്ല, PSUന്റെ പീരീഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. PSUന്റെ കേസൊക്കെ പറഞ്ഞ് PSU ഒക്കെ അവസാനം കത്തി തീരാൻ പോകുന്ന ഒരു അവസാനത്തെ മൂവ്മെന്റ് കൂടി എടുത്തിട്ട് ക്വാണ്ട്സൊക്കെ ഇറങ്ങും. അതാണ് അവരുടെ സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡിൽ തീർച്ചയായിട്ടും ക്വാണ്ടിന്റെ ആ ഒരു വെറുതെ ഒരു പണിയെടുക്കാതെ വെറുതെ നോക്കുക, നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ചെറിയൊരു ഫണ്ട് ക്വാണ്ടിലും കൂടി ഇട്ട് നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റും എടുക്കാം. സോ നല്ലൊരു കാര്യം തന്നെയാണ്. ക്വാണ്ടിന് ഭാവിയിൽ മികച്ച റിട്ടേൺ തരട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, അത്ര റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്, നമ്മുടെ ഇൻകം, നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന പൈസ, അതൊക്കെ ഇതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലാതെ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ടീം അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് SIP ആണെങ്കിലോ ലപ്സമായിട്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മുടെ ടീമിനെ ഏൽപ്പിക്കാം. നമ്മുടെ ടീം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് തരും. നമ്മളതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടൈപ്പുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ ട്രേഡ് ടോക്സിൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.